അസ്സലാമു അലൈക്കും. ആമുഖമില്ലാതെ തന്നെ കാര്യം പറയാം. ഇന്ന് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ആ ഒരു വാർത്ത തന്നെ, ദീപകിൻ്റെ മരണം. ആ അമ്മയുടെ ഒരു വേദന, പൊന്നുമോൻ്റെ മൃതദേഹത്തിൻ്റെ മുന്നിൽ ആ അമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള കരച്ചിൽ കണ്ടവർക്കാർക്കും സഹിക്കാൻ പറ്റില്ല. വാവേ എന്ന് വിളിച്ചുള്ള ഒരു അമ്മയുടെ ആ മാതൃത്വം, എന്തൊരു അസഹനീയമായ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. മറക്കരുത് ആരും. ഒരമ്മയുടെ നിസ്സഹായതയ്ക്കാണ് നമ്മളൊക്കെ ഇന്ന് സാക്ഷിയായത്. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, അവളുടെ ആ ഒരു തൊലിക്കട്ടി സമ്മതിക്കണം പ്രിയപ്പെട്ടവരെ. ജനലക്ഷങ്ങൾ അവൾക്കെതിരെ സംസാരിച്ചിട്ടും, അവളെ ചീത്ത വിളിച്ചിട്ടും, തെറി വിളിച്ചിട്ടും, ശകാരിച്ചിട്ടും ഒരു കൂസലുമില്ലാതെ അവൾ അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഭയങ്കരം തൊലിക്കെട്ടി തന്നെ. ദീപകിൻ്റെ മരണം സംഭവിച്ചതിന് ശേഷം അവൾ പറഞ്ഞ ആ ഒരു വോയിസ് ക്ലിപ്പ്, അത് കേട്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയത്. എങ്ങനെ സാധിക്കുന്നു ഇവൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ തീരൂ. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകളും വിശദീകരണങ്ങളും നമ്മളൊക്കെ കേട്ടു. പക്ഷെ ഓരോരുത്തർക്കും ഓരോന്ന് പറയാനുണ്ടാകും. നമ്മളെല്ലാവരും പ്രതികരിച്ചേ പറ്റൂ. ഒരു മനുഷ്യൻ്റെ ജീവനാണ് നഷ്ടമായത്, ജീവിതമാണ് നഷ്ടമായത്, ഒരു കുടുംബമാണ് ഇല്ലാതായത്. എന്തെന്ന് മറന്നാലും ആ അമ്മയുടെ ആ ഒരു കരച്ചിൽ, ആ ഒരു നിലവിളി നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. മനസാക്ഷിയുള്ളവർ ഇത് കാണാതെ പോകരുത്. ഇതിൻ്റെ പേരിൽ മതം കയറ്റുന്നവരുണ്ട്. അവരോടൊന്നേ പറയാനുള്ളൂ, അവൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ടോ നമ്മളെപ്പോലുള്ള ആരും ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. ഇന്നും ദീപക്കിന് വേണ്ടിയാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ ആ കണ്ട ദൃശ്യത്തിൽ എല്ലാവരും കണ്ടതാണ്, ദീപക്കിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ തെളിയിക്കണമായിരുന്നു. ഇതുപോലെയല്ല. വീഡിയോ എടുത്തത് തെറ്റാണോ? അല്ല, തെറ്റല്ല. ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ എടുത്തത് തെറ്റല്ല, പ്രതികരിക്കുക തന്നെ വേണം. ഇത് നമ്മൾ അവിടെ കണ്ടതെന്താണ്? ഒരു കണ്ടന്റ് ക്രിയേറ്ററുടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ ആ ബസ്സിൽ കണ്ടത്. അവൾ അവളുടെ ജീവിതം വെച്ച് അവൾ വ്ളോഗ് ചെയ്യുകയാണ്, നാണവും മാനവും ഇല്ലാതെ. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, എവിടെയോ തിരിഞ്ഞു നിന്ന് എവിടെയോ ചിന്തിച്ച് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ അടുത്താണ് ഒരു വ്ളോഗുമായി ചെല്ലുന്നത്, അതും ബസ്സിൽ. വ്ളോഗൊന്ന് കളറാക്കാൻ വേണ്ടി ഈ പെണ്ണ് അയാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഒന്ന് തട്ടിയാലും മുട്ടിയാലും മാത്രമേ ഈ ഒരു സംഭവം വൈറലാവുകയുള്ളൂ. അതിനുവേണ്ടി അയാളുടെ അടുത്ത് ചെന്ന് ഉരസുന്ന ഒരു വീഡിയോ ആണ് നമ്മളൊക്കെ കണ്ടത്. അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഒരിക്കലും നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. വീഡിയോ എടുക്കണമായിരുന്നു, പ്രതികരിക്കണമായിരുന്നു. ഇങ്ങനെ ഒരു ദുരനുഭവം ആ പെണ്ണിനുണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് പ്രതികരിക്കണമായിരുന്നു, അവിടുന്ന് മാറി നിൽക്കണമായിരുന്നു, ചോദ്യം ചെയ്യണമായിരുന്നു. വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ അത് സൂക്ഷിച്ചു വെക്കണമായിരുന്നു, വേണ്ടപ്പെട്ടവർക്ക് കാണിച്ചു കൊടുക്കണമായിരുന്നു. അതൊന്നും ചെയ്യാതെ ഇവളുടെ ജോലിയാണ് അവിടെ കാണിച്ചത്. ജോലിയോടുള്ള ആ ഒരു ഉത്തരവാദിത്തമാണ് അവൾ കാണിച്ചത്. പേരെടുക്കാൻ, പൈസയുണ്ടാക്കാൻ ഏതറ്റം വരെ പോകുന്ന ഒരു കാലഘട്ടമാണിന്ന്. ഒരു മനുഷ്യൻ്റെ ജീവനോ ജീവിതമോ ഒരു പ്രശ്നവുമല്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ദീപക് ചെയ്തത് ശരിയാണോ എന്ന്. തീർച്ചയായും ശരിയാണ്. ദീപകിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ ശരിയാണ്. എന്ന് വെച്ച് ആത്മഹത്യയെ സപ്പോർട്ട് ചെയ്യുകയല്ല, ഒരിക്കലും ചെയ്യരുത്. ഒരു നിമിഷമെങ്കിലും ചിന്തിക്കണം. ഇതുപോലുള്ള അവസ്ഥയിൽ നമ്മൾ മാനസികമായി തകർന്നു പോകുന്ന ഈ ഒരു അവസരത്തിൽ നമ്മൾ ഒരു നിമിഷം കുറച്ചൊന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരുടെ മനസ്സും അങ്ങനെയല്ല. ഇവളെ പോലെയാണോ എല്ലാവരുടെയും മനസ്സ്? ദീപക് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആത്മാഭിമാനം. ആത്മാവ് നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് അഭിമാനം? ആത്മാവ് അവിടെ മരിച്ചു കഴിഞ്ഞു. ആ മനുഷ്യന്റെ അഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. ഇത്രകാലം ഉണ്ടാക്കി വെച്ച മാനാഭിമാനം ഒറ്റ നിമിഷം കൊണ്ടാണ് വളരെ നിസാരമായി ഇവള് കീറിപ്പറിച്ചു കളഞ്ഞത്. ആ മനുഷ്യൻ തകർന്നു പോവുകയാണ്. അമ്മ, കുട്ടികൾ, ഭാര്യ, ഇവരെയൊക്കെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും? അങ്ങനെ പല ചിന്തകളായിരിക്കും ആ മനുഷ്യൻ്റെ മനസ്സിൽ. ആ മനുഷ്യൻ ബസ്സിൽ കയറുമ്പോഴും ആ മനുഷ്യൻ്റെ മനസ്സിൽ, ദീപകിൻ്റെ മനസ്സിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത്രേ. ആ പ്രശ്നത്തിനോടൊപ്പമാണ് ഇവളുടെ ഈ ഒരു അറ്റാക്കും. ഈ രണ്ടും കൂടി ആയപ്പോൾ ആ മനുഷ്യൻ പാനിക്കാവുകയാണ്, ഡിപ്രഷനിലായി പോവുകയാണ്. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ. അതിലകപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ ഒരുപാട് പാടാണ്. ആ ഒരു നിമിഷത്തിൽ നമുക്ക് എന്താ തോന്നുന്നത് എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റില്ല. ഒരു അഭിമാനിയായത് കൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണവും. ഇനി രണ്ടുപേരെ പറ്റിയും നമുക്ക് അവരുടെ നാട്ടിൽ അന്വേഷിക്കുകയാണെങ്കിൽ രണ്ട് അഭിപ്രായങ്ങളാണ്. ഈ ഷിംജിതയെക്കുറിച്ച് അവരുടെ നാട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നല്ല അഭിപ്രായമൊന്നുമില്ല. മറിച്ച് ദീപകിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ
അവിടെയുള്ള നാടും നാട്ടുകാരും ആ മനുഷ്യനെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ പറയാനുള്ളൂ. പാവം മനുഷ്യനായിരുന്നു, ജെന്റിൽമാനായിരുന്നു, ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. ഇതുവരെയായിട്ടും ആരെക്കൊണ്ടും പറയിപ്പിക്കാത്ത ജീവിതമായിരുന്നു ആ മനുഷ്യൻ നയിച്ചുകൊണ്ടിരുന്നത്. ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്ര വലിയ കുടുംബ മഹിമയൊന്നും നമുക്ക് കേൾക്കാനായില്ല. കല്യാണം കഴിഞ്ഞ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 6 മാസമായിരിക്കുന്നു ഷിംജിത. അങ്ങനെ ഒറ്റയ്ക്ക് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലീഗ് പ്രവർത്തകയായിരുന്നു, ലീഗിൻ്റെ സ്ഥാനാർത്ഥിയുമായിരുന്നു. സ്ഥാനാർത്ഥിയുടെ സ്ഥാനം കിട്ടാൻ വേണ്ടി തലയിൽ തട്ടമിട്ട് അഭിനയിച്ചു. സ്ഥാനാർത്ഥിയായതിനു ശേഷം അങ്ങ് ദുബായിൽ ചെന്ന് പല വേഷവിധാനങ്ങൾ കൊണ്ടുള്ള വ്ളോഗായിരുന്നു. അവിടെയുള്ള നാട്ടുകാരുടെ വോയിസും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ഒരു കൂസലുമില്ലാതെ പറയുകയാണ്, ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് കരുതിയിട്ടില്ല എന്ന്. അവൾക്ക് അവിടെ ഉണ്ടായ അനുഭവം സത്യമാണെന്നും അങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ആദ്യം ഇയാൾ എൻ്റെ നേർക്കല്ല ഇത് ചെയ്തത്, വേറൊരു പെൺകുട്ടിയോടായിരുന്നു, അത് കണ്ടാണ് ഞാൻ അവിടെ വെച്ച് വീഡിയോ എടുത്തത് എന്ന്. ഒക്കെ ശരിയാണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത്. പ്രതികരിക്കണമായിരുന്നു, കേസ് കൊടുക്കണമായിരുന്നു. ഇവിടെ നിയമവും കോടതിയും ആളുകളും ഒന്നും വെറുതെ അല്ല, നിങ്ങളെപ്പോലുള്ളവരെ സംരക്ഷിക്കാൻ തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പെണ്ണ് മുങ്ങിയിരിക്കുകയാണ്. മുങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ ജനങ്ങൾ ഇളകിയിട്ടും സത്യം എന്താണെന്ന് മനസ്സിലായിട്ടും ഈ പെണ്ണിന് ഒരു സംരക്ഷണം എന്ന നിലയിൽ ഇവിടുത്തെ നിയമം പെരുമാറിയിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം. ഒരു കേസ് രജിസ്റ്റർ ചെയ്യുകയോ FIR ഇടുകയോ ദീപകിന്റെ മരണം നടന്ന ആ സമയം ചെയ്തിട്ടില്ലായിരുന്നു. കേസുമായി ചെന്നവരെ തന്നെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന രീതിയിലായിരുന്നു പോലീസുകാരുടെ സമീപനം എന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണുകയുണ്ടായി. ഒരാൾ പറയുന്നത് അവൾ ആ കുട്ടിക്ക് മുങ്ങാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവൾ മുങ്ങിയാലും അവളുടെ ആ ഒരു തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടുമില്ല. ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഒരു കൂസലുമില്ലാത്ത അവളുടെ സംസാരം, അവളുടെ ആ ഒരു സംസാരമായിരിക്കും നിങ്ങൾക്ക് കേൾക്കേണ്ടത്. അതൊന്ന് നിങ്ങൾ കേട്ടു നോക്ക്. അപ്പം നേരെ എന്റെ മേലിൽ അയാളെ കൈ തെറ്റിക്കൊണ്ടിരിക്കുന്നത് കറക്റ്റ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാം. അങ്ങനെ ചെയ്തു. അപ്പൊ അത് ഒരു പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ഞാൻ മാറി നിന്നു. പിന്നെയും അയാൾ അത് ചെയ്തു. ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ എന്താ ചേട്ടാ ഉദ്ദേശം എന്ന് ചോദിച്ചു. അപ്പൊ ഈ അയാൾ ഇറങ്ങി ഓടി എന്ന് പറയാൻ പറ്റില്ല, സ്പീഡിൽ അങ്ങ് നടന്നു. അപ്പൊ എന്റെ പുറകിലുണ്ടായിരുന്ന വേറെ ചേട്ടൻ ചോദിച്ചു എന്താ സംഭവം എന്താണെന്ന്. ഞാൻ കുറെ നേരമായിട്ട് അയാൾ ഇങ്ങനെ എന്തോ ഒരു ചെയ്തുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഓടാക്കിയത്. എന്നെ തൊട്ട സമയത്ത് ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ 5 വർഷം പഞ്ചായത്ത് മെമ്പറായിരുന്ന ആളാണ്, പൊതുപ്രവർത്തകയാണ്. അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാടുണ്ടാവും. അപ്പോൾ ഇത് കൃത്യമായ ലൈംഗിക അതിക്രമം തന്നെയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തു. അതായത് തൊട്ടുകൊണ്ടുള്ള യാത്രക്കാരുടെ കാര്യത്തിലും പിന്നീട് നിങ്ങളുടെ കാര്യത്തിലും എനിക്ക് എന്റെ കാര്യത്തിൽ തന്നെ പൂർണ്ണമായിട്ട് 100% ഉറപ്പ് അയാൾ എനിക്ക് ഇഷ്ടമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോലും പിന്നെ അയാൾ തെറ്റിക്കൊണ്ടിരിക്കുക. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അയാൾ റിപ്പീറ്റ് ചെയ്ത്, രണ്ടാമത്തെ പ്രാവശ്യം എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കൊരു കാര്യം ഉറപ്പിക്കാതെ ചോദിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് നേരമായിട്ട് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം നിങ്ങൾ വീഡിയോ ചിത്രീകരിച്ച ഈ ആരോപണം നേരിട്ട വ്യക്തി ആത്മഹത്യ ചെയ്തു, ജീവനൊടുക്കലാണ് വരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കേട്ടില്ലേ, അവളുടെ ആ ഒരു പരാതിക്ക് ഒരു മാറ്റവുമില്ല. എനിക്ക് പറയാനുള്ളത്, ആ അമ്മയെ, ആ ഒരു കുടുംബത്തെ വിചാരിച്ചെങ്കിലും ആ ഒരു മനുഷ്യന് നീതി ലഭിക്കണം, ആ കുടുംബത്തിന് നീതി ലഭിക്കണം. ആ അമ്മയുടെ വേദന നിങ്ങൾ കാണാതെ പോകരുത്. എല്ലാ വിഷയങ്ങളും പോലെ ഇതും തേഞ്ഞു മാഞ്ഞു പോകരുത്. നിയമപരമായിട്ട് തന്നെ അന്വേഷിച്ച് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരിക തന്നെ വേണം. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവനും ജീവിതത്തിനും നാളെ ഒരു വിലയുമില്ലാതായി മാറും. ഈ ഒരു നിയമ സിസ്റ്റത്തെ പോലും ആൾക്ക് ഒരു വിലയുമില്ലാതായി മാറും. അങ്ങനെ ഉണ്ടാവരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.